യെസ്, നമസ്കാരം ടീച്ചറെ. എല്ലാവർക്കും നമസ്കാരം. ടീച്ചറോ? എവിടത്തെ ടീച്ചർ? ആരിൻ്റെ ടീച്ചർ? എന്തിൻ്റെ ടീച്ചർ? ആരിഫ് ഹുസൈന്? നിൻ്റെയൊക്കെ നാട്ടിൽ അംഗനവാടിയിൽ കഞ്ഞി വയ്ക്കാൻ പോണവരെയൊക്കെ ടീച്ചർ എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആയ എന്നും പറയും, അംഗനവാടി സർവൻ്റ് എന്നും പറയും. എന്ന് വെച്ചാൽ അംഗനവാടിയിലെ ജോലിക്കാരിന്ന്. ടീച്ചറിൻ്റെ അർത്ഥം എന്തെന്ന് പോലും അറിയാത്തതിനൊക്കെ പോയിട്ട് ടീച്ചറേന്ന്. ടീച്ചർമാരുടെ വില കളയാനായിട്ട് ഇനിയിപ്പം നിനക്ക് ജാമിതയുടെ കൂടെ ഒരു വാൾ ചേർത്തണമെങ്കിൽ എത്ര പേരുകളുണ്ട്. കുത്തിത്തിരിപ്പ് ജാമിത, പരദൂഷണക്കാരി ജാമിത, വർഗീയവാദി ജാമിത. ഇത്രയും പേരുകളൊക്കെ കളഞ്ഞിട്ട് ടീച്ചറെ എന്നൊക്കെ അഭിസംബോധന ചെയ്യാമോ ഈ ഒരു തീട്ടത്തെ? യെസ്, നമ്മളുടെ ഇസ്ലാമിക പണ്ഡിതയോട് ചോദിക്കാം എന്ന നമ്മളുടെ പരിപാടി, അതിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർ ജാമിദ ടീച്ചർക്ക് സ്വാഗതം. 2 മരവാഴകളും കൂടി ഒരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയും യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ പേര് ഇസ്ലാമിക പണ്ഡിതയോട് ചോദിക്കാന്ന്. ആരാ പണ്ഡിത? ഈ നാറച്ചിയോ? ഈ ജാമിദ എന്ന് പറയുന്ന ഈ നാറച്ചിയോ? പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിതൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത ഈ നാറച്ചി ഇസ്ലാമിക പണ്ഡിതയോ? ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ നാറച്ചി ഇസ്ലാമിക പണ്ഡിതയോ? എന്താ എൻ്റെ ആരിഫ് ഹുസൈനെ, നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അല്ല, നിനക്ക് തലയ്ക്ക് ഓളം ഉണ്ട് എന്നറിയാം, പക്ഷെ ഇത്ര വലിയ ഓളം ഉണ്ടുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. നീയല്ല ഒരു ഇസ്ലാമിക വിമർശകൻ. നിന്നെ ഇസ്ലാമിക വിമർശകൻ എന്നല്ല പറയേണ്ടത്, വിസർജനം എന്നാണ് പറയേണ്ടത്. ഈ സെപ്റ്റിക് ടാങ്കിലൊക്കെ കിടക്കൂലേ, വിസർജനം, അതുമായിട്ട് നിന്നൊക്കെ ഉപമപ്പെടുത്താൻ പറ്റുമോ? എന്താ ആരിഫ് ഹുസൈനെ, ഇങ്ങനെ നക്കി ജീവിക്കണേക്കാട്ടി നല്ലത് നിനക്ക് ഞാൻ പറഞ്ഞാ കുറച്ച് കൂടെ തുടങ്ങിക്കാം. ഞാനിതിൻ്റെ കുറിപ്പിലെഴുതിയ കാര്യം തന്നെയാണ് എനിക്ക് ഒന്നുകൂടി ആവർത്തിക്കാനുള്ളത്. കേരളത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഇസ്ലാമിക പണ്ഡിത എന്ന് എടുത്തു പറയാൻ ആരെയും നമുക്ക് കിട്ടാറില്ല. ആര് വരാനാണ് ആരിഫ് ഹുസൈനെ നിന്റെ ഈ നാറിയ പരിപാടിക്ക്? മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള ഒരു പരിപാടിയാണോ നീ അവതരിപ്പിക്കുന്നത്? കുറേ പേര് കൂടിയിരുന്നു കൊണ്ട് ഒരു മതത്തെ ആക്ഷേപിക്കാനും കളിയാക്കാനും പുച്ഛിക്കാനും വേണ്ടി കുറേ പേര് കൂടിയിരിക്കുന്നു. എന്നിട്ട് തൻ്റെ എല്ലാം മനസ്സിൽ വരുന്ന പച്ചക്കള്ളങ്ങൾ ഛർദ്ദിക്കുന്നു. നിന്റെ എല്ലാം മനസ്സിൽ വരുന്ന സങ്കല്പിക്കങ്ങൾ ഇസ്ലാമിന് മേലെ അടിച്ചേൽപ്പിക്കുന്നു. പിന്നെ ആര് വരാനാണോ? മനുഷ്യന്മാരാരെങ്കിലും നിന്റെ ഈ നാറിയ പരിപാടിക്ക് വരുമോ? പിന്നെ വരും. തലയിൽ കുറച്ച് ചാണകം ചുമന്ന് നടക്കുന്ന മനുഷ്യന്മാരെന്ന് പറയുന്ന ഇരികാലികളുണ്ടല്ലോ, അവർ വരും. അവർ നമുക്ക് സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്ന വിസർജനവുമായിട്ട് ഉപമപ്പെടുത്താൻ കഴിയുള്ളൂ. അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന ആ നാറച്ചി എന്ന് പറയുന്ന ജാമിദ. അവനാളെ കിട്ടാനില്ല അത്ര. അയ്യോ, ഇവിടെ വീണ്ടും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല ഇസ്ലാമിക പണ്ഡിതന്മാർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ തന്നെ വീണ്ടും വരേണ്ട അവസ്ഥ. അതിൽ ടീച്ചർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പ്ലീസ് ഇങ്ങനത്തെ കോമഡികളൊന്നും പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. ചിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. നീ ഇതുപോലുള്ള മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് സംഘികളെയൊക്കെ സൂചിപ്പിച്ചോ? സംഘികൾ അവിടെ ഇരുന്നുകൊണ്ട് ആരിഫണ്ണൻ കി ജയ്, ആരിഫണ്ണൻ കി ജയ് എന്നൊക്കെ വിളിച്ച് കൂവിന്നൊക്കെ വരും. പക്ഷെ സംഘികളെ പോലെയാണ് മറ്റുള്ള എല്ലാ ജനങ്ങളെന്ന് ധരിക്കരുത്. അല്ല, നീയും നിന്റെ സംഖ്യകളൊക്കെ കൂടി എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നിന്റെ ഈ മറുപടി കേട്ടിട്ട് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വായിക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് ആരിഫെ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കുറച്ച് അഹങ്കാരമല്ല ആരിഫെ നിനക്ക്? ഉദാഹരണത്തിന് ഞാനൊരു പൈങ്കിളി കഥ പറയാം. കാറ്റത്ത് ആന പാറിപ്പോയി എന്ന് ഒരു സാധാരണക്കാരനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആ കാറ്റെത്ര ശക്തിയിലായിരിക്കും വീശിയിരിക്കുക, ആന എങ്ങനെയാണ് പാറിപ്പോയത്, അത് ഒറിജിനൽ ആനയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനുള്ള മറുപടി ആയിരിക്കും തരിക. പക്ഷെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ താനെന്താ പറയാ? കാറ്റത്ത് ആന പാറിപ്പോയതാണോ വലിയ കാര്യം, എൻ്റെ കോണക്ക് ഇവിടെ പാറിപ്പോയില്ലേ എന്നായിരിക്കും തൻ്റെ മറുപടി. ഇതുപോലുള്ള ഊള മറുപടി വെച്ചിട്ടാണോ ഈ ഇസ്ലാം പണ്ഡിതന്മാർ വായിക്കത്ത് വിരൽ വെച്ച് നടക്കുകയാണെന്ന് പറഞ്ഞ് സംഖ്യകൾ സൂചിപ്പിക്കുന്നത്? തള്ളേ, തൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് തള്ളേ, തൻ്റെ നിലവാരത്തിനനുസരിച്ച് തള്ളേ. ഈ തള്ളൊക്കെ കുറച്ച് ഓവറല്ല ആരിഫേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് മുഹമ്മദ് നബിയെ ഊക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസി വരികയും 10 ഗുണങ്ങൾ ചോദിച്ചപ്പോൾ 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മുഹമ്മദ് നബിയുടെ 10 ഗുണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. താനൊരു ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നടപ്പ്. താനൊരു ഡോക്ടറാണോ, തനിക്ക് ഡോക്ടറാണുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയല്ലോ. എന്നിട്ട് നമുക്ക് മുഹമ്മദ് നബിയുടെ 10 ഗുണങ്ങളൊക്കെ ചർച്ച ചെയ്യാം അല്ലേ? എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കാം ആരിഫേ. അതുപോലെ ഈ സ്കൂളിൽ പോകാത്തതും
പോയിട്ട് അവിടെ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോഴും അള്ളാഹുവിൻ്റെ പ്രോബിലിറ്റി, സോറി, നിങ്ങളുടെ ഗോഡ് ഓഫ് ദ അള്ളാഹ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അപ്പോഴും മൈനസ് ആണ് എന്നുള്ളതാണ് അവിടെ വിഷയം. പ്രോബിലിറ്റി മൈനസ് ആണ്. 9ാം ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. 9ാം ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടാവും, മാത്സ് ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടാവും. മൈനസ് അല്ല, അപ്പൊ അത് തിരുത്തി കൊടുക്കണ്ട കേട്ടോ. അവിടെയും കുരങ്ങൻ തന്നെ നെഗറ്റീവ് ആവില്ല എന്ന് പറഞ്ഞ് വരും, അപ്പൊ സൂക്ഷിച്ചോ. അല്ല, ഞാൻ പറയുന്നത് അത് ഒരു ലിറ്റററി മീനിങ്ങിലല്ല, എന്താ പറയാ, ഒരു കലാപരമായിട്ട് വ്യാഖ്യാന ഫാക്ടറി. എന്തായാലും കുറച്ച് 9ാം ക്ലാസ് പോയ ആളെന്ന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ പറയരുത് കേട്ടോ. മൈനസ് പ്രോബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അത് വ്യാഖ്യാനം എന്തായാലും സമ്മതിച്ചു കൊടുക്കാം. അത് തൽക്കാലം സാഹിത്യകാരനാണ്. സാഹിത്യപരമായിട്ട് എടുത്താൽ മതി. 0 പോലും നിൽക്കുന്നില്ല, അതിന്റെ താഴേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കും തോന്നില്ല. മൈനസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണെങ്കിൽ 0യിലേക്കാണ് താഴെ. അല്ല, മൈനസ് എന്ന് പറഞ്ഞു. ഓക്കെ, 9ാം ക്ലാസ് പോകാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് കട്ട് ചെയ്തുകൊണ്ട് മൈനസ് എന്ന് പറഞ്ഞത് തിരുത്തി കൊടുത്തു. അപ്പൊ പറയാണ് 0ന്റെ താഴെയാണ്. 0ന്റെ താഴെ ഉള്ളതാണ് ഈ മൈനസ് എന്നുള്ളത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അത് 7ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ 7ാം ക്ലാസ്സും കട്ട് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സും കെട്ടാൻ. ഇതാണ് അവസ്ഥ. അതെ, അപ്പൊ അതാണ് ആരിഫ് കുഷിന്റെ അവസ്ഥ. ഊക്കുകൾ വാങ്ങാൻ ഇനിയും ആരിഫ് കുഷിന്റെ ജീവിതം ബാക്കി. അതുപോലെ അല്ല, ആരിഫ് കുഷിന്റെ സത്യത്തിൽ നീ ഡോക്ടറാണോ? ഡോക്ടർ തന്നെയാണോ? ഒരു ഡോക്ടറാകുമ്പോൾ ഒരു 10 വയസ്സിന് വിവരങ്ങളൊക്കെ വേണ്ടേ? അതൊന്നും ഇല്ലാന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. സത്യത്തിൽ നിനക്ക് ആസ്പത്രിയിൽ എന്താ പരിപാടി? കക്കൂസഴിയില്ല. നിന്റെ കൂട്ടുകാരി ജാമിത അംഗനവാടിയിൽ കഞ്ഞി വെക്കാൻ പോക്കാണ് പരിപാടി. പക്ഷെ അവൾ ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. അതേപോലെ നീയും ആസ്പത്രിയിൽ എന്തെങ്കിലും അവിടെ ഹോസ്പിറ്റലിൽ ബാത്റൂം കഴുകാൻ പോക്കാം ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. വായി വിളിച്ചാന്നോണ പറയും. അതുപോലെ ആരിഫ് കുഷനെ, നീ മുസ്ലിമായിരിക്കുന്ന സമയത്ത് 3 കല്യാണം കഴിച്ചെന്ന് കേട്ടിരുന്നു. ആ 3 പെണ്ണുങ്ങളെ നിന്നെ ഉപേക്ഷിച്ച് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവരെ നീ എന്ത് പറഞ്ഞിട്ടാണ് പറ്റിച്ചത്? ജില്ലാ കളക്ടറാണെന്ന് പറഞ്ഞിട്ടോ? എൻ്റെ ആരിഫേ, ഈ കോയാക്കോളിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സംഘികളെ പറ്റിക്കുന്ന പോലെയല്ല ഈ ചോറ് തിന്നുന്ന മനുഷ്യന്മാരെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വിവരമുണ്ട്. അല്ല നിന്നെപ്പോലെ ചാണകം തലയിൽ ഏറ്റി വെച്ചുകൊണ്ട് നടക്കലല്ല. എന്തൊരു അവസ്ഥ ആരിഫൻ, എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ. 10 വയസ്സിൻ്റെ വിവരവുമില്ല, നിലപാടില്ല, നിലവാരമില്ല, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത നീയാണ് മുഹമ്മദ് നബിയുടെ 10 ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാലിൻ്റെ മേലെ കാലിട്ട് കൊണ്ടുവന്നിട്ട് ഒരു വേട്ടാ വെളിച്ചം വിളിച്ച് വെച്ച് ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യണത്. എടാ, സ്വന്തമായിട്ടൊരു നിലവാരം വയ്ക്കണോ? എന്നിട്ട് പോരാ നീ നബീനെയൊക്കെ ചർച്ച ചെയ്യാൻ. ആകട്ടെ, ഇതെന്താണ്? ഇതൊരു മതത്തിൻ്റെ ആചാരമാണ്. ക്രിസ്മസ് അപ്പൂപ്പ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇത് ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വതന്ത്ര ചിന്തകനായ ആരിഫ് കുഷീനെ നീ എന്തിനാണ് ഈ വേഷം ഇട്ടുകൊണ്ട് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ദൈവമില്ല, സംഖ്യകളെ ഊക്കാനാണോ അതോ ത്രിസംഖ്യകളെ ഊക്കാനാണോ? ആരെ ഊക്കാനാണ് നീ ഈ വേഷം ഇട്ടുകൊണ്ടിരിക്കുന്നത്? പറ്റിച്ച് ജീവിക്കണേക്കാട്ട് നിനക്ക് നല്ലത് കക്കൂസിലെ തിട്ടം വരെ നക്കിക്കൂടെ നാറി. ദൈവമില്ല എന്ന് പറയുന്നവൻ എന്തിനാണ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ഇട്ടുകൊണ്ട് നിൽക്കുന്നത്? ഇതൊരു മതത്തിൻ്റെ ആചാരമാണ്, ഒരു വിശ്വാസത്തിൻ്റെ ആചാരമാണ്. ഇതിനെന്തിനാണ് വേഷം ഇട്ടിട്ട് നീ പോസ്റ്റ് കൊടുക്കുന്നത്? പറയാനറി. എടാ, നിലപാടില്ലാത്തവനാ നീയാണ്. മുഹമ്മദ് നബിയുടെ 10 ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. ആ വെട്ട വെളിച്ചം കൂട്ടിയിട്ട് എനിക്ക് പോടാൻ മൈരേ പറഞ്ഞത്. ഡോക്ടറാണത്രേ, കക്കൂസ് കഴിയുന്ന പണിയും വെച്ചിട്ട് ഡോക്ടറാണത്രേ.